നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ രാപ്പകലുകളെ മുഴുവനും കണ്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താണ് പ്രവാചകന്റെ ജീവിതം? കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനാണ് നബിന്റെ സ്വഭാവം. എന്താണ് അതിന്റെ വിശദീകരണം? നബിന്റെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിശദീകരണം? സൂറത്ത് അൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ 10 വചനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഉൻസിലത് അലയ്യ 10 ആയാത്ത്, 10 ആയത്തുകൾ എനിക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്. മൻ അഖാമഹുന്ന ദഖലൽ ജന്ന, ആ 10 ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഒരാൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്തൊരു ഉറപ്പാണ് സഹോദരങ്ങളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് പ്രവാചകന്റെ വാക്കിൽ മാത്രമല്ല, നമ്മൾ ആ ആയത്തുകളുടെ തുടക്കം പരിശോധിച്ചാൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ആ വിജയം ഇഹലോകത്തും വിജയം, പരലോകത്തും വിജയം ഉറപ്പിച്ച് പറയാം. ഒരു മാദിയായിട്ടുള്ള ഒരു ക്രിയയുടെ അറബി പദത്തിന്റെ തുടക്കത്തിൽ ഖദ് എന്ന് വന്നാൽ തീർച്ചയായും അള്ളാഹു വിജയം ഉറപ്പിച്ച് നമുക്ക് തരികയാണ്. എന്താണ് ആ വിജയം? പരലോകത്ത് വിജയം സ്വർഗം, ഇഹലോകത്ത് വിജയം എന്നുള്ള സമാധാനപൂർണമായൊരു ജീവിതം. ഇത് പാലിക്കുന്ന ആളുകൾക്ക്, ഈ 10 ആയത്തിൽ പറഞ്ഞ കാര്യം പാലിക്കുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറയുമ്പോൾ